ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ ആ വീഡിയോ പലരും ഷെയർ ചെയ്ത് എന്നെ കമൻറ്റ് ചെയ്തായിരുന്നു. നല്ലൊരു റെസ്പോൺസ് എനിക്ക് ആ വീഡിയോ ഒന്ന് കിട്ടിയായിരുന്നു. അതേ ചിലവരൊക്കെ വീടുകളിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പുതിയൊരു ജ്യൂസായിട്ടാണ്. അതിൻ്റെ ആ ജ്യൂസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ശരീരത്തിനെ വളരെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. പിള്ളേർക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടൊരു അധികം ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലെത്തി പാചകം ജ്യൂസ് അടിക്കാവുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെയാണ്, മിക്സിങ് കാര്യങ്ങൾ. അപ്പം ഇവിടെ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്ത ഹോമിലോ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്ന കഷ്ണങ്ങൾ, അത് ഒരു 5-6 അല്ലിയാണ്, അത് കഷ്ണമാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് പല ഗുണങ്ങളുണ്ട് ഈ സാധനത്തിന്. ഇത് എന്ന് വെച്ചാൽ നിസ്സാര സാധനമൊന്നുമല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രോട്ടീൻ തന്നെ ഒരു ഫുഡ് തന്നെയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഇതിനൊരു വിലയില്ല, പക്ഷേ നമ്മുടെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ബെസ്റ്റാണ് ഡോക്ടർമാർ പറയുന്നത്. പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനമായി ഫുഡ്. നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടല്ലോ, വണ്ണം കൂടിയവർ ഈ സാധനം ഈ ജ്യൂസ് ഒരു ദിവസം ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒരു മാസത്തിനുള്ള അറിയാൻ പറ്റും. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. ക്യാൻസറിനെ കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിത് നമ്മുടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാവുന്ന ഹെൽത്തി ജ്യൂസ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കാശ് കൊടുത്ത് മേടിക്കുന്ന ജ്യൂസുകളെക്കാട്ടി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ജ്യൂസാണ്. ഇതാണ് ഞാൻ കഴിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊരു കപ്പ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ക്യാരറ്റ് ഒരു 3 ചെറുതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം വേണം. ഈ മിന്റ് എന്നൊരു സാധനം എന്ന് വെച്ചാൽ ചിലർക്ക് ഈ മിന്റിൻ്റെ രുചി ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാനിത് എന്ന് വെച്ചാൽ ഇതിന് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിന് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ അത് കിട്ടും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒരു ഇതിന് വേണ്ടി വേണം. ഒരു നുള്ളുപ്പ്, ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടണം, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു രുചി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ അകത്തിടാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട്, കാര്യം അത് നമുക്ക് അറിഞ്ഞു കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ. പിന്നെയുള്ളത് നമ്മുടെ നാരങ്ങൻ്റെ മുകളിലിടുക. പിന്നെ ഇഞ്ചി, ചെറിയ ഇഞ്ചി കഷ്ണം ഉണ്ടല്ലോ, ഇഞ്ചി നമ്മുടെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതിനകത്ത് ഇടുക. പിന്നെ മിന്റ് ഞാൻ പറഞ്ഞില്ല, ആവശ്യമുള്ളവർ മാത്രം ഇടുക, ഇല്ലാത്തവർ നിർബന്ധമില്ല. അതിന് ശേഷം ഉപ്പ് വാരിയിടരുത്, ഒരു പിഞ്ച് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു പിഞ്ച് ആ ഉപ്പ് അതിനകത്ത് ഇടുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവെന്ന് വെച്ചാൽ അറിയാലോ, എല്ലാവർക്കും ഒരേപോലുള്ള ചേർക്ക് പഞ്ചസാര കൂടുതൽ വേണം, ചേർക്ക് കുറവ് വേണം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക. ഇപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പോരാതെ ഒരു സ്പൂൺ കൂടി. ഇതടിക്കുക. ശകലം കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. കാര്യം ഇത് അരഞ്ഞു കിട്ടാൻ കുറച്ച് ഇത് വരുന്നത് വെള്ളം ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ജ്യൂസ് അരഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ ഇത് ഇതിന്റെ കളർ കണ്ടില്ലേ, ആ ക്യാരറ്റ് കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ല അടിപൊളി കളറായതില്ല. ഇനി നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഒരു അരിപ്പ് എടുക്കുക, അതിന്റെ ഉള്ളിൽ കൂടി തിരിച്ച് അതിന്റെ ക്യാരറ്റിന്റെ നാരൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ അരിച്ച് ഇതിൽ കൂടി അരച്ച് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് മാത്രം പുറത്തേക്ക്. അപ്പൊ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ജ്യൂസ് എടുത്തിട്ട് നമ്മ അരിപ്പയിൽ വെച്ച് അരിച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. കളർ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി കളറല്ലേ. ഇത് ഇങ്ങനെ എടുത്തിട്ട് സൂപ്പറായിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഞാനിപ്പോ 3 ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നില്ല, അതിന് കുറച്ചും കൂടി ഒരു സ്പൂണും കൂടി കൂടുതൽ ഇടണം. കാര്യം നമ്മുടെ നാരങ്ങൾക്ക് കുറച്ച് ചെയ്തുള്ള കാരണം ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള ആ രുചി വരുള്ളൂ. അടിപൊളി ഒരു സൂപ്പർ ഡ്രിങ്ക് ആണ്, ഹെൽത്തി ഡ്രിങ്ക് ആണ്, നമ്മുടെ ശരീരത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പൊ എന്റെ ഈ ജ്യൂസ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീടുകളിൽ തന്നെ, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അപ്പൊ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. ടാറ്റാ.